ഇത്രയും കാലം തെളിയാത്ത പ്രതീക്ഷ എവിടെ തെളിയാം? പക്ഷെ ഇത് എന്നെ തെളിഞ്ഞാൽ ഒരു മന്ത്രിയുടെ മോനോ ഒരു MLA മോനോ വേറെ ആരും ആണെങ്കിൽ ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ അവരെന്നെ തേച്ച് മാച്ച് ഒരു കേസിലെന്ന് പറഞ്ഞാൽ അവന്റെ ജോലിയിലും കയറ്റിയനെ പിടിയും ചെയ്തനെ. ഇത് സാധാരണ ഒരുത്തനായോണ്ട് അവരൊന്നും ചെയ്തില്ല. എന്തോ ആര്യ രാജേന്ദ്രൻ ഇത് തെറ്റ് മുഴുക്ക ചെയ്ത് അവിടെ വരുന്ന ഒരു കേസ് എടുക്കാത്തത് ആര്യ രാജേന്ദ്രന്റെ എന്തുകൊണ്ടെടുത്തില്ല? നമസ്കാരം. കേരളത്തിലെ എല്ലാ ജനങ്ങളും ഓണം ആഘോഷിച്ചപ്പോൾ തിരുവനന്തപുരത്ത് ഒരു വ്യക്തി മാത്രം ഓണം ആഘോഷിച്ചില്ല. അതിന് കാരണം മേയർ ആര്യ രാജേന്ദ്രനാണ്. മേയർ ഓണസദ്യ അയച്ചപ്പോൾ വീട്ടില് ഓണസദ്യ പോലും കഴിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് എന്റെയോടൊപ്പം വിസ്മയോടൊപ്പം കൂടെ ഉള്ളത്. വിസ്മയ ആളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. യദുവിന്റെ അമ്മയാണ്. അമ്മ ഓണം എങ്ങനെ ഓണമൊന്നുമില്ല, നമ്മള് മോൻ ജോലിക്ക് പോയിട്ട് 5 മാസമായി. യദു ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം ഞാൻ പറഞ്ഞില്ലേ, ഓണം മേയർ കാരണം നല്ലോണം നടന്നു. നല്ലോണം നടന്നു. പിന്നെ നല്ല ഇതായിരുന്നു. ശമ്പളം ഇല്ലാതെ എന്താണ് ഓണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, എന്നെ കാണുമ്പോ തന്നെ അറിയാം ഈ ഷർട്ട് എല്ലാവർക്കും സുപരിചിതോ. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, ഇത് അമ്മേടെ പഴയ സാധാരണ എനിക്ക് ജോലി ഉണ്ടെന്ന് ഞാൻ വാങ്ങിച്ചു കൊടുക്കുക. കഴിഞ്ഞ വർഷം നല്ല ഓണം ആഘോഷിച്ചു. ഈ വർഷത്തെ ഓണം എങ്ങനെയായിരുന്നു? ഈ വർഷത്തെ ഇപ്പൊ പറഞ്ഞല്ല ഒരു രക്ഷയില്ലാത്ത ഓണമായിരുന്നു. മേയർ വരെ നല്ല ഓണസദ്യ അയച്ചപ്പോ അമ്മയ്ക്ക് നമ്മളാരും നോക്ക, നമ്മള് സദ്യ കഴിക്കണ ഇല്ലെന്ന് നോക്കാൻ ആരും ഇല്ലല്ലോ. അവർക്കൊക്കെ ആകുമ്പോ കണ്ണീര് ഉടച്ചെടുക്കാൻ ആളുണ്ട്, കൂടെ നിൽക്കാൻ ആളുണ്ട്. നമുക്ക് വീട്ടിനകത്തിരുന്ന് കരയാനല്ലേ വിട്ടുള്ളൂ, നമ്മളെ ദുഃഖം കാണാൻ ആരുമില്ല. അതല്ലേ ഉള്ളൂ. ഈ ഓണത്തിന് ഒരു ഇങ്ങനെ ഓണസദ്യ കഴിക്കാതിരിക്കാൻ പറ്റുമെന്നും വിചാരിച്ചിരുന്നോ? വിചാരിച്ചില്ല. അന്ന് ഇങ്ങനൊന്നും ഈ സംഭവം നടന്നപ്പോൾ അത് വേണ്ടായിരുന്നു തോന്നുന്നുണ്ട് അമ്മയ്ക്ക് ഇപ്പോൾ? വേണ്ടെന്ന് തോന്നുന്നില്ല. അവൻ തെറ്റ് ചെയ്തില്ലല്ലോ. അവൻ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം അവന്റെ ഭാഗത്ത് ശരിയുണ്ട്. അവൻ അത് ചെയ്തത് ശരിയെന്നേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും തെറ്റെന്ന് പറഞ്ഞത്. കാരണം അവൻ കൊല്ലപ്പറ്റു വേറെ ഒന്നും അല്ലെന്ന് വെച്ചത്. അവൻ അവന്റെ ഡ്യൂട്ടി ചെയ്ത് അതിനെ തടസ്സപ്പെടുത്തിയ ആരാണ്? അവർക്കല്ലേ കുറ്റം. ഇവനെന്തൊരു കുറ്റം? അവരിപ്പോ ഓണം ആഘോഷിക്കുന്നുണ്ട്. അവർക്ക് എല്ലാത്തിനും അവർക്ക് മുൻഗണന തന്നെ. അവരെന്ത് ചെയ്താലും കൊന്നാലും അവർക്ക് മുൻഗണന, വേറെ എന്തെങ്കിലും ചെയ്താലും അവർക്ക് മുൻഗണന. ഇതുപോലെയുള്ള പാവപ്പെട്ടവർക്ക് ഒരു ആനുകൂല്യവും ഇല്ല, അവർക്ക് സഹായിക്കാൻ ആരുമില്ല. ഒരു പാർട്ടിയും ഇല്ല, ഒരു മേയറും ഇല്ല, MLA ഇല്ല, മന്ത്രിയില്ല, ആരുമില്ല ഞങ്ങളെ സഹായിക്കാൻ. ഈ സംഭവം ഉണ്ടായ സമയത്ത് ഒരുപാട് പേര് ഇപ്പൊ രാഷ്ട്രീയക്കാരാണെങ്കിൽ എല്ലാവരും ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വന്ന് ആദ്യമൊക്കെ എല്ലാവരും വന്ന്, അവസാനം ആരുമില്ല. അവരാരും മന്ത്രിയടി പറഞ്ഞു, ട്രാൻസ്പോർട്ട് മന്ത്രിയടി കൊടുത്ത് പരാതി പറഞ്ഞു. ആരെന്ത് ചെയ്ത് എന്ത് സഹായിച്ചു? അല്ലെങ്കിൽ അവനെ ജോലി എന്ന് പറഞ്ഞു വെച്ചാൽ അതെങ്കിലും അവൻ വേറെ പ്രൈവറ്റ് വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്തില്ല, അതും അവര് സമ്മതിക്കില്ല. ജോലിയുടെ കേസില് ഞാൻ ബോണ്ട് വെച്ചിരിക്കുകയാണ്. ബോണ്ട് 10,000 രൂപ ബോണ്ട് വെച്ചിരിക്കുന്നുണ്ട്. ജനങ്ങൾക്കാർക്ക് പറഞ്ഞുകൂടാ. ഈ ബോണ്ടിൽ നമ്മൾ ഇപ്പൊ ബോണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതി കൊടുത്തിട്ട് കഷ്ടനഷ്ടങ്ങൾക്കും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ ഒപ്പം ചെയ്യുന്നുണ്ട്. അതായത് 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഇതുവരെയ്ക്കും ഒരു KSRTC സംഭവം ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇവര് ഇത് നാളെ ഒരു കാലത്ത് ഇത് എഴുതി ചേർക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ബോണ്ട് ഇത് എഴുതി ഡിസ്ചാർജ് ചെയ്ത് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നുള്ള ഒരു രേഖ തന്നിരുന്നെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. അല്ലാതെ എനിക്ക് ഈ ജോലി കളഞ്ഞിട്ട് പോകാൻ മടിയായിട്ടൊന്നുമല്ല. ഈ സംഭവം നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രേഖാമൂലം തട്ട്. 10,000 രൂപയും തിരിച്ചു തന്ന് രേഖാമൂലം തട്ട്. അല്ലാതെ പിന്നെ ഈ പൈസ പിടിച്ചു വെച്ചിട്ട് ഈ ജോലിയിൽ നിന്ന് പോന്നിയും പറഞ്ഞു വിടയില്ല. നമ്മൾ വേറെ ജോലിക്ക് പോകുമ്പോ ഈ കഷ്ടനഷ്ടങ്ങളെന്ന് പറഞ്ഞ് ഒരു വലിയ റെസ്കിറ്റ് തന്നെ KSRTC തരും. അത് ജനങ്ങൾക്ക് അറിഞ്ഞൂടാ, പക്ഷെ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ജനങ്ങൾ പറയണേ അവന് വേറെ ജോലി ഇല്ലേ, ഈ നക്കാപ്പിച്ച പൈസക്ക് ജോലിക്ക് കൂലിപ്പണിക്ക് പോയാൽ 10,000 രൂപ കിട്ടും, 1000, 1500 രൂപ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതാണ് ജനങ്ങളെ രക്ഷിക്കേണ്ട സർക്കാർ തന്നെയാണ്. ഇപ്പോ ജോലി ഇല്ലാതാക്കി പട്ടിണിക്ക് ഇടുന്നതൊക്കെ സർക്കാർ. എന്നിട്ട് അവര് തന്നെ ഓണം ആഘോഷിക്കുന്നു, സദ്യ കഴിക്കുന്നു, നിങ്ങൾക്ക് ഇല്ലാണ്ടാക്കുന്നു. അത് സർക്കാർ ജോലിക്കാരനെ തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ജനങ്ങളെ സംരക്ഷിക്കാനുള്ളവര് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ ആരോടും പറയാൻ പരാതി? ആരോടും പറയാനില്ല. അപ്പൊ ഈ മന്ത്രിമാര് ഏത് പാർട്ടിയുടെ മന്ത്രി ആയാലും MLA ആയാലും മേയർ ആയാലും ആരും നമ്മളെ സഹായിക്കില്ല. നമുക്കിപ്പോ ഈ കാര്യത്തെ വെച്ച് മനസ്സിലായി. ഒരു കാരണവശാലും അവർ സഹായിക്കില്ല, സൈഡ് നിൽക്കുകയില്ല. ഞങ്ങളെ ആനുകൂല്യങ്ങൾ സമ്മതിച്ച് അവനെ പറഞ്ഞയക്കുക, അല്ലെങ്കിൽ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക. അവൻ എന്ത് തെറ്റ് ചെയ്ത് ഇത്രയ്ക്കും? അവൻ തെറ്റ് ചെയ്തവരെ അങ്ങ് അടച്ചു വെച്ച് സ്റ്റേഷനിലും കയറ്റാതെ ടെസ്റ്റ് യോഗം വെച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് എന്തുകൊണ്ട് അവരെ 4 പേരും ടെസ്റ്റ് ചെയ്തില്ല? 5 പേര്
ഒരു നിയമം എടുക്കണമെങ്കിൽ നിയമം രണ്ട് പാർട്ടിക്ക് ഒരുപോലെയാണ്. ആരോ ആവട്ടെ, മന്ത്രി ആയാലും ആരായാലും നിയമം രണ്ടുപേർക്കും ഒരുപോലെ. അപ്പൊ ഇവനെ ടെസ്റ്റ് ചെയ്തവർ എന്തുകൊണ്ട് അവരെ ടെസ്റ്റ് ചെയ്ത് ഇവനെ ജയിലിൽ പിടിച്ചവർ എന്തിനാ അവരെ വീട്ടിൽ ചെന്ന് ഉറങ്ങാമെന്ന് വെച്ചു? അതെന്തിനാ ഇത്? എന്നിട്ട് അവനെ അപ്പോഴെന്നെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോകണം. അവൻ എങ്ങനെയാണ് മറ്റേ മെമ്മറി കാർഡ് എടുത്തോണ്ട് പോയത്? പോലീസ് കൊണ്ടുപോകണം. അവൻ എങ്ങനെ എടുക്കും? പോലീസിന് കണ്ടുപിടി അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എടുക്കണം. ഇവൻ എടുത്തെന്നല്ലേ അവരവിടെ വരുത്തണം. അത്രയും ആൾക്കാർ അവിടെ ഇറക്കിയിട്ട് അവര് എന്തിനാ ആളുകളെ അവിടെ ഇറക്കി അത്രയും പേര്? അപ്പൊ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ അവര്. അപ്പൊ അവര് തന്നെയാണ് അതെടുത്തത്. അത് വേറെ ആരുമല്ല, തെളിവില്ലാതിരിക്കാൻ എടുത്തത്. ഭാഗ്യത്തിന് ഈ സുബിൻ എന്ന് പറഞ്ഞ കണ്ടക്ടർ അവൻ എനിക്ക് എതിരായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷെ അവന് അവന്റെ KSRTC ലോക്ക് ഷീറ്റിൽ നമ്മൾ ട്രിപ്പ് ഷീറ്റിലുണ്ട്, വേബിലിൽ ബാക്കിൽ എഴുതി കൊടുക്കണം എന്ത് കാരണത്താലാണ് എഴുതിയിട്ടുണ്ടായിരുന്നു. സച്ചിൻ ദേവ് എന്നല്ലേ വണ്ടി കയറിയതിനാൽ ട്രിപ്പ് മുടങ്ങി. അതെനിക്കൊരു തെളിവാണ്. അത് പുറമെ എല്ലാ ചാനലുകളിലും നിങ്ങൾക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് ആളുകൾ പറഞ്ഞു, ഇവരാദ്യം പറഞ്ഞു കയറിയിട്ടില്ല, വന്നിട്ടില്ല, കയറിയിട്ടില്ല. ഇത് ആരാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. മെമ്മറിക്കാട് ആരാണ് എടുത്തിട്ടുള്ളത്? ഇവർ വണ്ടി നാളെ ഇറക്കി വിട്ടിട്ട് MLA വണ്ടിക്കകത്തുണ്ടായിരുന്നു, കണ്ടക്ടർ MLA പിന്നെ പോലീസ് വന്നവരുണ്ടായിരുന്നു. MLA വണ്ടിക്കകത്തുണ്ടായിരുന്നു. മെമ്മറിക്കാട് അന്നേ ദിവസം തന്നെ വണ്ടി ട്രിപ്പ് പോവുകയാണ് തൃശ്ശൂർ. അന്നേ ദിവസം വണ്ടി, ഇപ്പൊ ഒരു വണ്ടി ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ വണ്ടി പിടിച്ചിടണമെന്നാണ്. ഇവർ വണ്ടി വിട്ടുകൊടുത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലോട്ട് വിട്ടുകൊടുത്ത് അന്നേ ദിവസം രാത്രി വണ്ടി പോവുകയാണ്. അപ്പൊ ഇത് പോണം, ഒന്നേ ഇവിടെ വെച്ച് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ പോയ വഴിക്ക് തൃശ്ശൂർ വണ്ടി പോലീസുകാർ 2 പോലീസുകാർ വന്ന് ചെക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വെച്ച് പോവാ. ഒരു ചാനലുകളിൽ ഇതൊരിക്കലും ആരും പറഞ്ഞിട്ടില്ല. മെമ്മറിക്കാട് അവിടെ വെച്ച് ഇവരെ അവിടെ ഡ്രൈവർമാര് വണ്ടി ഇട്ടിട്ട് റെസ്റ്റ് എടുക്കാൻ മേളിൽ പോകും. ആ സമയത്ത് വർക്ക്ഷോപ്പിലുള്ളവർക്ക് ഊരി എടുക്കാം. ഇതൊന്നും ആരും സെർച്ച് ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല. എന്നാ ഇപ്പൊ ഒരു മന്ത്രിയുടെ മോനോ അല്ലെങ്കിൽ ഒരു കളക്ടറുടെ മോനോ പോലീസിന്റെ മോനോ ആയിരുന്നു ഇതിൽ ഇടപെട്ട് ഇതിൽ പ്രശ്നക്കാരനായിരുന്നെങ്കിൽ അവരത് എടുത്തേനെ. ഞാന് വലിയ പവറുള്ള മനുഷ്യനാണ്, ഇവർ പറയുന്നത് സംഘിക്കാരനാണ്. ഈ സംഘിയായിരുന്നെങ്കിൽ ഇത് തെളിഞ്ഞു. ഞാൻ ഏതെങ്കിലും പാർട്ടിയിലുണ്ടായിരുന്നെങ്കിൽ ഇത് തെളിഞ്ഞു. ഒരു പാർട്ടി ഇല്ല, എനിക്ക് ഒരു പാർട്ടിയിലും ഒരു ഇതില്ല. എന്തായാലും മേയർ കാരണം ഓണം പോയി, ഓണസദ്യ കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിലും ഈ കേസിന് സത്യാവസ്ഥ ഉടൻ പുറത്തു വരും എന്നത് പ്രതീക്ഷിക്കാം. ഒരു പ്രതീക്ഷയില്ല ഇത്രയും കാലം തെളിയാത്ത പ്രതീക്ഷ എവിടെ തെളിയാം? പക്ഷെ ഇത് എന്നേ തെളിഞ്ഞാൽ ഒരു മന്ത്രിയുടെ മോനോ ഒരു MLA മോനോ വേറെ ആരും ആണെങ്കിൽ ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ അവരെന്നെ തേച്ച് മാച്ച് ഒരു കേസിലെന്ന് പറഞ്ഞാൽ അവന്റെ ജോലിയിലും കയറ്റിയതിനെ പിടിയും ചെയ്തേനെ. ഇത് സാധാരണ ഒരുത്തനായോണ്ട് അവരൊന്നും ചെയ്തില്ല. എന്തോ ആര്യ രാജേന്ദ്രൻ ഇത് തെറ്റ് മുഴുക്ക ചെയ്ത് അവിടെ വേറെ ഒരു കേസ് എടുക്കാത്തത് ആര്യ രാജേന്ദ്രന്റെ എന്തുകൊണ്ടെടുത്തില്ല? അവരെന്തോ അറസ്റ്റ് ചെയ്തില്ല, ജയിലിൽ കയറ്റിയില്ല, ഒന്നും ചെയ്തില്ല. ഇവര് മാത്രം തിരുവനന്തപുരത്തിന്റെ മാതാവ്, അതുകൊണ്ട് മാതാവില്ലാതെ ഈ മാതാവിനെ കണ്ടുപിടിച്ച പിള്ളേരൊക്കെ നല്ല പഠിക്കും. ഈ എന്തുകൊണ്ട് ശേഷം ഈ മാതാവ് കാണിച്ചതിന്റെ ശേഷം പിള്ളേർ അതേപോലെ തന്നെ ചെയ്യണേ. കാരണം KSRTC ബസ്സിനെ തടയുന്നു, അടി കൊടുക്കുന്നു, അയാൾ ചെയ്യുന്നതല്ലേ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നു. യവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തലേദിവസം 1:30 തൃശ്ശൂരത്തേക്ക് വണ്ടി ഓടിയാണ് രാത്രി. ആ 1:30 പോയതിനെ പിറ്റേന്ന് രാവിലെ 11 മണിയോടെ ഒരു കസേരയില് സ്റ്റേഷനിൽ അവനെ കുറുക്ക് പോലും നോക്കാൻ സമ്മതിക്കാതെ പിടിച്ചിരുത്തിയത്. ഒരു വെള്ളം പോലും കൊടുത്തില്ല. അടുത്ത ദിവസം രാവിലെ സമയം വരെ അവിടെ ഇരുത്തിരുന്ന ഒരു കസേരയില് കൊതയടിയും കൊണ്ട് ഒരു വെള്ളം പോലും വേണമെന്ന് കൊടുക്കുക. ചെറിയ വിശന്ന് ചെറുക്കനാണ്. വെള്ളം മാത്രം ഇടയ്ക്കിടയ്ക്ക് ആ മിനറൽ വാട്ടർ ഫ്രണ്ടിൽ കൺവെൻമെന്റ് സ്റ്റേഷനിൽ ചായ വാങ്ങിച്ചു തരാൻ പറ്റും, ചായ കടയില്ല. എന്ത് ചെയ്യാൻ പറ്റും? പിണറായി പോലീസിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? നല്ല പെരുമാറ്റം, നല്ല സ്നേഹവും ഒക്കെ, നല്ല സ്നേഹമായിരുന്നു. സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഇല്ല മോശം പറയുന്നത്, സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ സഹായിക്കാനെന്നുള്ള വ്യാജേന എനിക്കിട്ട് മണി തരയായിരുന്നു ഇപ്പൊ മനസ്സിലായി. സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ 10:30 ആയപ്പോ നീ ഒരു പരാതി എഴുതി കൊടു, അല്ലെങ്കിൽ അവര് വേറെ കേസ് എടുക്കാൻ വേണ്ടിട്ട് നിന്നെ അകത്താക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പോലീസുകാരൻ വന്നത്. എന്റെ പേരൊന്നും പറയില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നീ ഒരു പരാതി എഴുതി കൊടു, നീ പെട്ടെന്ന് ഒരു പരാതി എഴുതി കൊടുക്കുന്നു. അങ്ങനെ 10:30 തന്നെ ഞാൻ പരാതി എഴുതി കൊടുത്തു. അതിനുശേഷമാണ് മേയർ പരാതി കൊടുക്കുന്നത്. അപ്പം ആ പരാതി ആ പോലീസുകാർ അങ്ങനെ പറഞ്ഞുകൊണ്ട് നീ ചിരിച്ച് നിന്റെ ചിരിയൊക്കെ മായി. ഭീഷണി ഉണ്ടായിരുന്നു. ഭീഷണി ഞാനേ അത് ഭീഷണി പോലീസുകാരെ പറഞ്ഞല്ല, അവര് ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ള പോലീസുകാരനെ അറിയാം. അപ്പൊ പോലീസുകാരെ ആദ്യത്തെ പരാതി എഴുതി, എന്നിട്ട് അത് സ്വീകരിക്കാത്ത 2ാമത് 7:30 പിന്നെ എഴുതി. അങ്ങനെ 2 പരാതി ഏറ്റിട്ട് കൊടുത്തു. ആദ്യം 10:30 കൊടുത്തു, രണ്ടാമതൊരു പരാതി കൊടുത്തു. ഇതെല്ലാം ഒരു പോലീസുകാരെ സിവിൽ ഡ്രസ്സിൽ വന്ന് ആരെ വാട്സപ്പിൽ എടുത്ത് അയച്ചു കൊടുക്കുകയാണ്. ഞാൻ ഓരോ പരാതി എടുക്കുന്നു, വാട്സപ്പിൽ എടുത്ത് FIR കോപ്പി അതും ഇതുമൊക്കെ ആർക്കും അയച്ചു കൊടുക്കുകയാണ്.
അപ്പൊ എനിക്ക് മനസ്സിലായി എങ്ങോട്ടാണ് പോക്കുന്നത് ഒക്കെ. അതിന്റെ ഇടയിലൊക്കെ കുറെ ചാനലിലൊക്കെ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. കുറച്ച് കാര്യങ്ങൾ ഇതന്നേം പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ഫോട്ടോ എടുത്തോണ്ട് അയച്ചു കൊടുക്കുകയാണ്. ആർക്കാ അയച്ചു കൊടുക്കണേ എന്തിനാണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതായിരുന്നു. ഞാനത് ആ പരാതിക്ക് ശേഷമാണ് നേരെ പരാതി കൊടുക്കുന്നത്. വണ്ടി നിർത്തിയോടനെ ഇവന്റെ ചോദിച്ചത് തന്തേരെ വളരെ റോഡെന്നാണ് ചോദിച്ചത്. അതിപ്പോ അവൻ അവര് ചോദിച്ചത് ആദ്യം നിർത്തിയോടെ. അപ്പൊ ഇവൻ ചോദിച്ചത് നിങ്ങൾ ആരും തന്തേരോ അല്ലല്ലോ. നിങ്ങൾ ആരെയൊന്നുമില്ല, ആ പയ്യൻ മാത്രമാണ് എന്റെ അടുത്ത് ചോദിച്ചത്. 2 പയ്യന്മാര്. ഇവര് ഈ നേരെ നിന്നപ്പോഴൊന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കാണിച്ചെന്ന് പറഞ്ഞപ്പോൾ ഈ ആദ്യം ചോദിച്ച വണ്ടി ക്രോസിന് വെച്ച കേസാണ്. പിന്നീട് പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നീട് സംസാരം കൂടുതലായപ്പോഴും മേയർ ഇറങ്ങി വന്നതും ആംഗ്യം കാണിച്ചു എന്നൊക്കെ പറയുന്നത്. ആദ്യം വണ്ടി ക്രോസ് വെച്ച് വണ്ടി ഒതുക്കി കൂടെയിടാ മറ്റേ മോനെ എന്നൊക്കെ ചീത്ത വിളിച്ചത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് വയ്യെന്ന് ചോദിച്ചു. ആ പയ്യന്റെ അടുത്ത് മേയറിന്റെ അനിയനാണെന്ന് നമുക്ക് അറിഞ്ഞില്ല. നിനക്ക് വയ്യ, നീ വണ്ടി ഒന്ന് ക്രോസിന് വെച്ചിട്ട് ഞാൻ വണ്ടി മോശമായിട്ട് ഓടിക്കുന്നു, നീ എല്ലാവരും എടുത്ത് മാത്രമാണെന്നു. അവൻ വണ്ടി എടുത്ത് പറ്റില്ല. അപ്പൊ ഞാൻ ഓഫ് ചെയ്തു, വണ്ടി ഓഫ് ചെയ്തു. ഡോർ വലിച്ചു തുറന്നിട്ട് എന്നെ പിടിച്ച് കൈ പിടിച്ച് വലിച്ച് വെളിയിലോട്ട് ഇറങ്ങി. ഞാൻ ഇറങ്ങിയില്ല. ഞാൻ പറഞ്ഞു നമ്മുടെ ഡ്യൂട്ടിയിൽ അങ്ങനെ ഇറങ്ങിക്കൂടാ, ഒന്നിൽ പോലീസ് വരണം. എന്തായാലും മേയർ കാരണം ഓണസദ്യ കഴിക്കാൻ പറ്റിയില്ല. ഇപ്പൊ എത്രയും പെട്ടെന്ന് ഈ കേസ്. എന്നിട്ട് ഇവൻ കൈ കാണിച്ചെന്ന് പറഞ്ഞു മുട്ടായിയുടെ കവറങ്ങ എടുത്ത് തൊളിയിട്ടത് ലഹരിമരുന്നെന്ന് പറഞ്ഞു ഫോട്ടോ എടുത്തല്ല. എന്തുകൊണ്ട് അവൻ കൈ കാണിച്ചത് ഫോട്ടോയിൽ കിട്ടിയില്ല ഈ മൊബൈലില്? അതെന്തുകൊണ്ട് എടുക്കാത്ത? അത് തെളിവല്ല, അതാണ് എടുക്കാനുള്ളത്. പഴയ ചാനലുകൾ അല്ല എന്തായാലും എല്ലാ ജനങ്ങൾക്കും അറിയാൻ കാര്യം. അതൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് ഓണസദ്യ ഓണസദ്യ പോലെ കഴിക്കാൻ പറ്റി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഓണം തീരാറ്. ഓണം തീരാറായി. നമുക്ക് ഓണം ഇല്ലായിരുന്നു ഇപ്രാവശ്യമായാലും. എന്റെ കുഞ്ഞിന് പോലും ഓണമില്ല. ഒരു അറിവ് വരുന്ന 8 വയസ്സായി. ഈ പ്രായത്തിലൊക്കെ അറിവ് വരുന്നതാണ്. 8, 9 വയസ്സ് 10 വയസ്സിലൊക്കെ ഓണാഘോഷം അവരെ മനസ്സിൽ നിൽക്കേണ്ടതാണ്. ചെറുതിലെത്തും ഇന്ന് ഇത് ടിവിയില് മറ്റേ ഇവിടെ ഉണ്ടല്ലോ തിരുവനന്തപുരത്ത് സത്യ വിളമ്പണത് കനക കൂട്ടാനെത്തി. അത് കാണിച്ചപ്പോഴത്തേക്ക് എന്റെ ഒരുപാട് കൂട്ടാനും ഒക്കെ വെച്ച് പറയണ അമ്മ നമുക്ക് ഇതുവരെ നമ്മളെ വീട്ടിൽ വെച്ച് പൊടിയാണ് ഞാൻ കേൾക്കണേ. ഞാൻ പറഞ്ഞു മക്കളെ അത് വയ്ക്കാം, നീ വെച്ചാലും കഴിക്കൂലല്ലോ എന്നൊന്നും പറഞ്ഞു. എന്നാലും അത് കാണാൻ രസമുണ്ട്. ഒരു ഇലയിൽ ഒരുപാട് കൂട്ടായിട്ട് ഇപ്പൊ അവന് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഓണമില്ലാത്ത അവസ്ഥയാണ്. അവര് ബാല്യകാലത്തിലൊക്കെ ഓർമ്മകൾ നമുക്കത് വലിയതാകുമ്പോൾ ഓർമ്മയിരിക്കുന്നതാണ്. പക്ഷെ എന്റെ മോന് മാത്രം ചിലപ്പോൾ ഈ കേസ് എത്രയും പെട്ടെന്ന് തീരുന്നത് പ്രതീക്ഷിക്കാം. നന്ദി ചെയ്തു.